യൂറോപ്പിൻ്റെ ഹൃദയത്തിൽ ഫ്രഞ്ച് ചാമിൻ്റെയും ജർമ്മൻ സോളിൻ്റെയും ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഫെയറിറ്റേൽ നഗരം. അതാണ് സ്ട്രാസ്ബർഗ്. കല്ല് വിരിച്ച വഴികൾ, കനാലുകളിലൂടെ ഒഴുകുന്ന ശാന്തത, പോസ്റ്റ്കാർഡ് പോലിരിക്കുന്ന വീടുകൾ. ഇവിടെ ഓരോ മൂലയിലെ ഹിസ്റ്ററി സംസാരിക്കുന്നു. ഓരോ പാലവും ഒരു കഥ പറയുന്നു. ഇത് നാം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഈ ഫെയറിറ്റേൽ സിറ്റിയിലെ ഐക്കോണിക് സ്പോട്ട്സ്, ഹിഡൻ സ്ട്രീറ്റ്സ് ആൻഡ് ലോക്കൽ ഫുഡ്. ഇത് റിയൽ ലൈഫ് യൂറോപ്യൻ ഫെയറിറ്റേൽ എക്സ്പീരിയൻസ്. So let's step into Strasbourg. സ്ട്രാസ്ബർഗിലെ മെയിൻ റെയിൽവേ സ്റ്റേഷനാണിത്. ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്ങിനെ കവർ ചെയ്യുന്ന മോഡേൺ ഫസേഡും കൊണ്ടാണ് ഇത് ശ്രദ്ധയിൽപ്പെടുന്നത്. ഫ്രാൻസിലെ എല്ലാ സിറ്റീസിലോട്ടും നെയ്ബർഹുഡ് കൺട്രീസിലോട്ടും ട്രെയിൻ കണക്ഷൻ ഉള്ളൊരു ട്രാൻസ്പോർട്ട് ഹബ്ബാണിത്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് മെഷീന്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമയം എടുത്തത് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാനാണ്. ഇവിടെ ടച്ച് സ്ക്രീൻ അല്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെയും കൺഫ്യൂഷനായി. ഈ ഒരു പച്ച ബട്ടൺ ഉപയോഗിച്ചാണ് ഇവിടെ ടിക്കറ്റ് എടുക്കുന്നത്. അങ്ങനെ കുറേ പ്രാവശ്യം ശ്രമിച്ചു കഴിഞ്ഞ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി. ഇതാണ് യൂറോപ്യൻ പാർലമെന്റ് സ്ട്രാസ്ബർഗ്. ഇവിടെയാണ് യൂറോപ്പിലെ പ്രധാന രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഞങ്ങളാണെങ്കിൽ ചെക്കിങ് കഴിഞ്ഞ് വന്നു. എയർപോർട്ടിൽ പോലെ തന്നെ ഇവിടെയും ചെക്കിങ് ഉണ്ട്. യൂറോപ്പിലെ 27 രാജ്യങ്ങളിലെ ആളുകളെ റെപ്രസെൻ്റ് ചെയ്യുന്ന അംഗങ്ങൾ കൂടിച്ചേരുന്ന സ്ഥലമാണിത്. ഇവിടെ പോളിറ്റിക്സ്, ലോഡ്സ്, ബഡ്ജറ്റ് തുടങ്ങിയവ ഇവിടെ ചർച്ചയിൽ സംസാരിക്കുന്നതാണ്. ബ്രൂസൽസിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ ഒഫീഷ്യൽ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഇവിടെയാണ്. ഈ കോൺഫറൻസ് ഹാളിൽ നമുക്ക് കയറാൻ പറ്റും. അവിടെ ഒരു മൊബൈലുണ്ട്, അതിൽ ഓഡിയോ ഗൈഡും ഉണ്ട്. അത് 1 മണിക്കൂറാണുള്ളത്. പിന്നെ ഇത് ഫ്രീയുമാണ്. അപ്പം നമ്മൾ അവിടുന്ന് തിരിച്ച് ട്രാമേ കയറി ഓൾഡ് ടൗണിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ പാരീസിലെ നോർത്തഡാം കത്തീഡ്രലിൽ പോയി, ലക്സംബർഗിലെ നോർത്തഡാം കത്തീഡ്രലിൽ പോയി. നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്ട്രാസ്ബർഗിലെ നോർത്തഡാം കത്തീഡ്രലാണ്. പിങ്ക് സാൻഡ് സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ച ഈ ഗോത്തിക് വണ്ടർ ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിരുന്നു. നമ്മൾ കത്തീഡ്രലിൽ കയറാനുള്ള ക്യൂവിൽ നിൽക്കുക. ഈ പള്ളിക്കകത്തൊരു ക്ലോക്ക് ഉണ്ട്. സമയം മാത്രം കാണിക്കുന്ന ക്ലോക്ക് അല്ല അത്. പ്ലാനറ്റ്സിന്റെ മൂവ്മെന്റ് മുതൽ സോളാറിന്റെ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെക്കാനിക്കൽ ക്ലോക്കാണിത്. ഇവിടെയും ടൗൺ ടൂർ ഉണ്ട്. പിന്നെ വീട് വന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. ഇതാണ് ഇവിടുത്തെ ലെറ്റർ ബോക്സ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓൾഡ് ടൗൺ സ്ക്വയറിലാണ്. ഇവിടെ എന്താ പരിപാടി നടക്കുകയാണ്. സ്ട്രാസ്ബർഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും വലുതുമായ സിറ്റി സ്ക്വയറാണിത്. ഫ്രഞ്ച് ജനറലായ ജീൻ ബാപ്റ്റിസ്റ്റ് ക്ലേബറിന്റെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ സ്റ്റാച്യു ഇവിടെയുണ്ട്. ഇവിടെ ഒത്തിരി ഷോപ്പിംഗ് സെന്ററും കാഫേസും ഉണ്ട്. അത് മാത്രമല്ല, പബ്ലിക് ഇവന്റും ക്രിസ്മസ് മാർക്കറ്റും എല്ലാം ഈ സ്ക്വയറിലാണ് നടക്കുന്നത്.
സ്ട്രാസ്ബർഗിന്റെ ചരിത്രം ഒളിഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് സ്വാഗതം. ഇവിടെ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ആവശ്യമില്ല, കാരണം ഇതെല്ലാം അടുത്തടുത്താണ്. അപ്പം നമുക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. ഞങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ മൂങ്ങയുടെ കട കണ്ടത്. ഇതൊന്നുമില്ല, ഇത് ഫാമിലി ട്രീ ആണ്. നമുക്ക് ഇഷ്ടമുള്ള മൂങ്ങേനെ എടുത്തിട്ട് അതിൽ നമ്മുടെ പേര് എഴുതിയിട്ട് നമുക്ക് എവിടെയെങ്കിലും തൂക്കിയിടാം. കല്ല് വരിച്ച വാതുകളും പോസ്റ്റ് കാർഡ് പോലെ ഇരിക്കുന്ന വീടുകളാണ് ഇവിടുത്തെ പ്രത്യേകത. ഇതൊരു ഫോട്ടോജനിക് സ്പോട്ടാണ്. കനാലുകളുടെ സൈഡിൽ സ്ഥിതി ചെയ്യുന്ന ഹാഫ് ടെമ്പേർഡ് ഹൗസുകൾ കൊണ്ടാണ് ഈ സ്ഥലം ഫേമസ് ആയത്. മറ്റു കാലത്ത് ഫിഷർമാനും ലെതർ വർക്കേഴ്സും താമസിച്ചിരുന്നത് ഇവിടെയാണ്. ഇതൊരു കനാൽ ലോക്ക് സിസ്റ്റം ആണ്. ഇവിടെ വാട്ടറിന്റെ ലെവല് കൺട്രോൾ ചെയ്തിട്ട് ഇതിലേക്കൂടെ ബോട്ട് യാത്ര ചെയ്യുന്നു. സ്ട്രാസ്ബർഗ് 17th സെഞ്ച്വറിയിൽ നിർമ്മിച്ച ഒരു ഡാം ബ്രിഡ്ജാണിത്. നഗരത്തെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ വാട്ടർ കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് ഉപയോഗിച്ചിരുന്നു. ഇപ്പം ഇത് ഇവിടുത്തെ ഒരു ഫേമസ് വ്യൂ പോയിന്റ് ആണ്. പിങ്ക് ലൈറ്റ് വാട്ടറിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അത് കാണാൻ നല്ല രസമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നൈറ്റ് വ്യൂ ആണ്. നമ്മളിപ്പോൾ കണ്ട ബ്രിഡ്ജിൻ്റെ അകഭാഗമാണിത്. നമുക്ക് ഇതിൻ്റെ അകത്തൂടെ നടക്കാൻ പറ്റും. ഇതിൻ്റെ അകത്താണെങ്കിൽ കുറച്ച് പഴയ സ്റ്റാച്യൂസ് ഒക്കെ ഇരിപ്പുണ്ട്. നമുക്കൊരു ദിവസം ഇവിടെ സ്റ്റേ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇനി ചെക്ക് ഇൻ ചെയ്യാം. ഞങ്ങൾ ചെക്ക് ഇനൊക്കെ ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നൈറ്റ് വ്യൂവിന് വേണ്ടി വീണ്ടും പുറത്തു പോയി. ഞങ്ങളിപ്പോൾ നൈറ്റ് വ്യൂ കാണാൻ വന്നതാണ്. ഇവിടെ നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ഒരു ലവ് ലോക്ക് ബ്രിഡ്ജ് ഉണ്ട്. അത് മാത്രമല്ല, അതെല്ലാം ഒരേ കളറും ഒരേ ഷേപ്പും ആയിരുന്നു. സ്ട്രാസ്ബർഗിന്റെ കൾച്ചർ പോലെ തന്നെ ഇവിടുത്തെ ഫുഡിങ് യൂണീക്കാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ആണ് ഞങ്ങളുടെ ഹോട്ടൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് നൈറ്റ് വ്യൂ കാണാൻ പറ്റി. ഞങ്ങൾ ഇന്ന് നല്ലോണം മടുത്തായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വന്നപ്പോഴേ കിടന്നുറങ്ങി. അപ്പം നമുക്ക് രാവിലെ കാണാം. അതുവരേക്കും ബൈ ബൈ.